everyone, welcome to XandY Learning. ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും അവിടങ്ങളിലെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുമെല്ലാം നമ്മുടെ XandYയിലെ ഫാക്കൽറ്റീസ് അവരുടെ സ്റ്റോറീസ് ഈ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിരുന്നു. CUSATിലാണ് ഞാൻ പഠിച്ചത്. ആ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടേക്കുള്ള ഒരു ജേണിയും അവിടുത്തെ ചില മെമ്മറീസുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡിഗ്രി BSc കെമിസ്ട്രി പഠിച്ച് അവസാനമാകുന്ന സമയത്താണ് ഞങ്ങളുടെ ടീച്ചറായിരുന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ ഞങ്ങൾ പുലി എന്നൊക്കെ വിളിക്കുന്ന ഡോക്ടർ സുബൈർ സാർ ഞങ്ങളോട് വന്ന് പറഞ്ഞത്, നിങ്ങളൊരു സാധാരണ കോളേജിലല്ല PG ചെയ്യേണ്ടത്, നേരെ മറിച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ PGക്കും വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് ഔട്ട്സൈഡ് സ്റ്റേറ്റുള്ള അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ CUSAT പോലെയുള്ള ഒരുപാട് ക്യാമ്പസുകളിലേക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ ടെസ്റ്റുകൾ നടത്തും. അത് നിങ്ങൾ ഒന്ന് എഴുതണം, അതിനുവേണ്ട എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CUSATിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ് ഞങ്ങളൊക്കെ എഴുതി. ഓരോ ജില്ലകളിലും അതിൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്നു. അത് എക്സാം എന്ത് ചെയ്തു, എഴുതി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഏറ്റവും രസകരമായൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് സുബൈർ സാറ് അതിനു വേണ്ട ഒരു പ്രിപ്പറേഷനും വേണ്ടിയിട്ട് ഇത്തരം എക്സാം എഴുതുന്ന കുട്ടികൾക്കും വേണ്ടി മാത്രം ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ഒരു 4-5 ദിവസം നടത്തിയിരുന്നു. 6 പെൺകുട്ടികൾ മാത്രമാണ് അന്നത്തെ ആ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തത്. ഈ 6 പേർക്കും CUSATിലെ കെമിസ്ട്രിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള അപ്ലൈഡ് കെമിസ്ട്രിക്ക് റാങ്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ഇൻക്ലൂഡിങ് ഫസ്റ്റ് റാങ്ക്, 4th റാങ്ക്, പിന്നെ 11th 13 അങ്ങനെ കേരളത്തിൽ മുഴുവൻ കുട്ടികൾ എഴുതിയപ്പോൾ 21 റാങ്കുകളിൽ ആദ്യത്തെ 21 റാങ്കിൽ 6 റാങ്കുകൾ എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കെമിസ്ട്രി അവിടെ അപ്ലൈഡ് കെമിസ്ട്രി മാത്രമല്ല, ഹൈഡ്രോ കെമിസ്ട്രി ഉണ്ട്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ഉണ്ട്. എനിക്ക് അഡ്മിഷൻ ലഭിച്ചത് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിക്കായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ CUSAT പോലെയുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് വളരെ ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് എക്സ്പോഷറും നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ നേരെ എന്ത് ചെയ്തു, നമ്മൾ CUSATിലേക്ക് വണ്ടി കയറി. അതുവരെ പഠിച്ച എല്ലാ വർഷവും വീടിൻ്റെ അപ്പുറത്തും അല്ലെങ്കിൽ ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാകുമ്പോൾ ആദ്യമായി വീട് വിട്ടിറങ്ങിയതിൻ്റെ ഒരു വേദനയും അതോടൊപ്പം ഇത്തരം ക്യാമ്പസുകളിലേക്കുള്ള ഒരു പുതിയ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുമായിട്ടാണ് നമ്മൾ നേരെ CUSATിലേക്ക് വണ്ടി കയറിയത്. CUSAT എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ വിശാലമായ ക്യാമ്പസാണ്. കൊച്ചിൻ അടുത്തുള്ള അല്ലെങ്കിൽ എറണാകുളത്തെ കളമശ്ശേരിയിലാണ് CUSATിൻ്റെ മെയിൻ ക്യാമ്പസ്. മെയിൻ ക്യാമ്പസിൽ തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ CUSATിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അവിടെ വളരെ വിശാലമായ ഒരു സൈഡിലുണ്ട്. ഇപ്പുറത്ത് ഒരുപാട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ഉള്ളത്. നമ്മൾ ഇത് ആദ്യമായിട്ട് പല കോഴ്സുകളുടെയും പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പേര് അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എഞ്ചിനീയറിംഗിൽ നമ്മൾ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്ക്, ഇലക്ട്രിക്കലൊക്കെ, കമ്പ്യൂട്ടറൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി PSRT എന്ന് വിളിക്കുന്ന ഒരു BTech ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് കേട്ടത്. അതുമാത്രമല്ല, വളരെ വെറൈറ്റി കോഴ്സുകളുടെ ഒരു സ്ഥലം കൂടിയാണ് CUSAT ക്യാമ്പസ് എന്ന് പറയുന്നത്. ഫോട്ടോണിക്സ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരു കോഴ്സ് അവിടെയുണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, ആ നിലക്കുള്ള വളരെ വ്യത്യസ്തവും വെറൈറ്റിയുമായിട്ടുള്ള പല പേരുകൾ, ഇൻക്ലൂഡിങ് അവിടെ MCA, MBA, ലീഗൽ സ്റ്റഡീസ്, ഈവൻ ഹിന്ദി വരെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തുണ്ട് അവിടെയുണ്ട്. അത്രയും വളരെ വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകളും ഡിപ്പാർട്ട്മെൻറ്റുകളുമായി വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് കൊച്ചിൻ കളമശ്ശേരിയിലുള്ള CUSATിൻ്റെ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ ഞാൻ സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് SES എന്നാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെട്ടിരുന്നത്. ആ SESൽ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിക്ക് എന്ത് ചെയ്തു, PG വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ, നല്ല ടീച്ചേഴ്സ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തുന്ന അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടാണ് അവിടുത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. ഞാൻ അവിടുത്തെ പഠനത്തെക്കുറിച്ചോ അവിടുത്തെ എക്സാമുകളെക്കുറിച്ചോ ഒന്നുമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്ന ചില രസകരമായിട്ടുള്ള നല്ല മെമ്മറീസ് ഒരുപാടുണ്ടാകും. CUSATിലെ എനിക്ക് പിന്നെ അഡ്മിഷൻ കിട്ടിയ സമയത്ത് ഹോസ്റ്റൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടുത്തെ ഏറ്റവും പഴയ ഹോസ്റ്റൽ തന്നെയായിട്ടുള്ള സനാതന എന്ന് പറയുന്ന ഹോസ്റ്റലിലായിരുന്നു എനിക്ക് റൂം ഉണ്ടായിരുന്നത്. എൻ്റെ റൂംമേറ്റായിട്ട്, ഒരു റൂമിൽ 2 പേരുണ്ടാവുക, റൂംമേറ്റായിട്ട് കിട്ടിയത് ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ബീഹാർ സ്വദേശിയായിട്ടുള്ള പട്നക്കാരനായിട്ടുള്ള ആശിഷ് കുമാർ ആയിരുന്നു.
സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു റൂംമേറ്റിനെ കിട്ടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കേരളക്കാരൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഹിന്ദി ഒന്ന് റെഡിയാക്കണം, ഇംഗ്ലീഷ് ഒന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കണം എന്നൊക്കെ അത് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആശിഷ് നന്നായിട്ട് മലയാളം സംസാരിച്ചു എന്നല്ലാതെ എൻ്റെ ഹിന്ദിയിൽ ഒരു കാര്യമായ ഒരു പുരോഗതി ഉണ്ടല്ല. പലപ്പോഴും നമ്മുടെ മലയാളികളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, അവരെ നമ്മളെ വരുതിയിലാക്കുക എന്നല്ലാതെ തിരിച്ചുള്ള ഒരു ഏർപ്പാട് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് അത്തരം ഒരുപാട് വ്യത്യസ്ത അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് യഥാർത്ഥത്തിൽ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഈവൻ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അതിനു വേണ്ട വിദ്യാർത്ഥികൾ പോലും അവിടെ വന്ന് താമസിച്ച് പഠിക്കുകയും റിസർച്ച് നടത്തുകയും അവർക്കായിട്ട് പ്രത്യേകിച്ച് വേറെ ഹോസ്റ്റലുകൾ വരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതുവരെ കുസാറ്റിൽ ഉണ്ട്. ഹോസ്റ്റലും ക്യാമ്പസൊക്കെ എല്ലാം കൂടിച്ചേർന്ന് വളരെ പബ്ലിക്കായിട്ടുള്ള അതിലൂടെ ഒരു എന്താ പറയുക ഏത് വാഹന യാത്രക്കാരനും പാസ് ചെയ്ത് പോകാൻ പറ്റും. പല യൂണിവേഴ്സിറ്റികളിലേക്കും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കില്ല, കുസാറ്റ് ഒരിക്കലും അങ്ങനെയല്ല. ഏത് ആളുകൾക്കും വന്നു പോകാവുന്ന ബസ് സർവീസുള്ള ബസ്സുകളോടൊപ്പം തന്നെ അന്നത്തെ സമയത്ത് ഒരുപാട് പശുക്കളും പിന്നെന്താ പറയുക ഡോഗ്സും കൗസൊക്കെ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. എത്രയോ തവണ പല ഡോഗ്സിൻ്റെയും മുമ്പിൽ ഞാൻ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ മാറിയിട്ടോ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ആ നിലക്ക് വളരെ വൃത്തിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമ്പസായിട്ട് എന്ത് ചെയ്തു വ്യത്യാസം വന്നു. 1971 കുസാറ്റ് തുടങ്ങുന്നതെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ എഞ്ചിനീയറിങ് അതേപോലെ തന്നെ ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഡിഗ്രിയും പി ജിയും ഡ്യുവൽ ഡിഗ്രി തന്നെ ലഭിക്കുന്ന അതിനു വേണ്ട എക്സാമുകൾ അടക്കം തുടങ്ങി. ഞാൻ പോകുന്ന സമയത്ത് ഡിഗ്രി എക്സാമുകളോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സൊന്നും ഇല്ലായിരുന്നു, പി ജി മാത്രമായിരുന്നു. അതേപോലെ അതിനും പുറമെ നമുക്കറിയാം ഒരുപാട് PhD സ്കോളേഴ്സ്, റിസർച്ചിൻ്റെ വളരെ വലിയ ഒരു ഏരിയയാണ് കുസാറ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് വരെയുള്ള PDF വരെയുള്ള പിന്നെ ആ സംഗതികൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വരെ റിസർച്ച് ചെയ്യുന്ന ആളുകൾ വരെ അവിടെയുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഹോസ്റ്റലിൽ എത്തി. ഞങ്ങളുടെ ഹോസ്റ്റലാണെങ്കിൽ നടുമുറ്റമൊക്കെയുള്ള ഒരു 3 നില കെട്ടിടമുള്ള ഹോസ്റ്റലാണ്. ആർക്കും പരസ്പരം അങ്ങോട്ട് കാണാൻ പറ്റും. ആ നടുമുറ്റത്തായിരിക്കും ഈവനിങ്ങിൽ ഒരുപാട് ഗെയിംസുകളും അതേപോലെ തന്നെ പരസ്പര സംസാരങ്ങളും വാഗ്വാദങ്ങളും എന്താ പറയുക അങ്ങനെ വളരെ ബഹളമയമായിട്ടുള്ള ഒരു ലൈഫായിരിക്കും ഈവനിങ്ങിൽ ഉണ്ടാവുക. രാവിലെ നമ്മൾ ക്യാമ്പസിൽ പോകുന്നു, ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ ആണല്ലോ, ബയോളജി, ജിയോളജി, ടോക്സിക്കോളജി, എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗ്, ഇങ്ങനെ എന്താ പറയുക എല്ലാ ഭാഗങ്ങൾ ഒരു കോഴ്സിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല സബ്ജക്റ്റുകളും ടോപ്പിക്സുമാണ് പഠിക്കേണ്ടത്. അതിനൊക്കെയുള്ള ലാബ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തുണ്ട് അവിടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ ഉള്ളത്. ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഹോസ്റ്റലുകളിലും ഒരുപാട് ഹോസ്റ്റലുകളുണ്ട്. എല്ലാ ഹോസ്റ്റലുകളിലും അവരുടേതായിട്ടുള്ള ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ടാകും. ഞങ്ങളുടെ ഹോസ്റ്റലിൽ സാസ്പോ എന്ന് പറയുന്ന പിന്നെ എന്തായിരുന്നു കൾച്ചറൽ ഫെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരുപാട് മത്സരങ്ങളുണ്ടാകും. ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം മാത്രമല്ല ഈ പറഞ്ഞ ഫെസ്റ്റിവൽ ഉണ്ടാവുക. അതിന് മുമ്പ് നടക്കുന്ന ഒരുപാട് ഗെയിംസുകൾ, അത് പിന്നെ എന്താ പറയുക ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെയുള്ള ഗെയിംസ് ആയിരിക്കും. അതേപോലെ മറിച്ച് മിസ്റ്റർ മുസ്റ്റാഷ് അല്ലെങ്കിൽ മിസ്റ്റർ ബിയേർഡ് പോലെയുള്ള, ഞാനൊക്കെ മിസ്റ്റർ ബിയേർഡിലൊക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഗെയിംസൊക്കെ എന്ത് ചെയ്യും അവിടെ ഉണ്ടാകും. അതിനൊക്കെ സമ്മാനം ഈ പറഞ്ഞ സാസ്പോയുടെ ലാസ്റ്റ് ദിവസമാണ് കൊടുക്കുക. അന്ന് എല്ലാവരും നമ്മൾ പുറത്തുള്ള നമ്മളെ ഫ്രണ്ട്സിനെയും നമ്മളെ വീട്ടുകാരെയും ഒക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫുഡൊക്കെ വെച്ചുള്ള നല്ല അടിപൊളി പ്രോഗ്രാമായിട്ടാണ് ഇത്തരം ഹോസ്റ്റൽ ഫെസ്റ്റുകൾ എന്ത് ചെയ്യുക ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഏറ്റവും വലിയ എനിക്കൊരു പാഠമായി തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്നും നല്ല പിന്നെ എന്താ പറയുക പട്ടു വിരിച്ച ആ മെത്തയിൽ മാത്രം കിടന്നുറങ്ങിയവർക്ക് ഹോസ്റ്റൽ ലൈഫും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ഫ്രണ്ട്സ് സർക്കിളും എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ഏറ്റവും വലിയ പഠിച്ച കാര്യം എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മൾ കിടന്നുറങ്ങും. അതിന് ചെറിയ ഒരു സ്ഥലവും ഒരു കട്ടിലും കിട്ടിയാൽ, കട്ടിൽ പോലും വേണമെന്നില്ല, നിലത്ത് കിട്ടിയാൽ നമുക്ക് കിടന്നുറങ്ങുവാനുള്ള, രാത്രിയിൽ ഒരു പക്ഷേ നിന്ന് എങ്ങനെ ഉറങ്ങാം, ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഈ ഒരു കുസാറ്റിൻ്റെ സംഗതിയിലാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നല്ല പഠനവും. കാരണം കുസാറ്റിൽ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് PG ചെയ്യുമ്പോൾ അവസാനത്തെ 6 മാസം എന്ന് പറയുന്നത് പ്രൊജക്റ്റ് വർക്കായിരിക്കും.
ആ പ്രൊജക്റ്റൊക്കെ എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രത്തുള്ള നിസ്റ്റ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ നിസ്റ്റിലായിരുന്നു. ഒരുപാട് പ്രൊജക്റ്റുകൾ മാത്രം നടക്കുന്ന ട്രിവാൻഡ്രത്തുള്ള പിന്നെ സെൻറ്ററാണ്. അവിടേക്കൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ആക്സസ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുസാറ്റിലെ സ്റ്റുഡൻ്റാണ്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ നമുക്ക് വേഗത്തിൽ കിട്ടുകയും. ഞങ്ങളൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് പല ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ടീച്ചർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മൈക്രോബയോളജിയുടെ ടീച്ചറായിരുന്ന IS ബ്രൈറ്റ് സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബ്രൈറ്റ് സിംഗ് എന്ന് കേൾക്കുമ്പോൾ ഏതോ നോർത്ത് ഇന്ത്യൻ ആണെന്ന് വിചാരിക്കേണ്ട, നല്ല പക്ക മലയാളിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ബ്രൈറ്റ് സാറായിരുന്നു എന്ത് ചെയ്യുന്നത്, പിന്നെ നല്ല വെളുത്ത താടിയുള്ള അദ്ദേഹം വന്നുകൊണ്ട് ഉറക്കനെ ചിരിക്കുക പോലുമില്ല, മെല്ലെ സംസാരിക്കുക. പക്ഷെ നല്ല കിടിലൻ അടിപൊളി ക്ലാസ് ആയിരിക്കും എന്ത് ചെയ്യുക കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ബ്രൈറ്റ് സാറിൻ്റെ ഒക്കെ സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള വളരെ റിസർച്ചുകൾ നടക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ള അവസരം. ഞാൻ പറഞ്ഞത് ഒരു കേവലം അവിടെ പഠിച്ചിറങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളും ലൈഫും നമ്മൾ പഠിക്കുമെന്നുള്ളതാണ് കുസാറ്റ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുമായിട്ടാണ് നമ്മളെ XandY ചാനലുള്ളത്. അത് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്തുക. നല്ല ഫ്യൂച്ചറിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എന്ത് ചെയ്യട്ടെ നമ്മളും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്